ഒരുപാട് ആളുകൾക്ക് റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരുവേള ആദ്യ 10 വരെയൊക്കെ അവർക്ക് വലിയ ആവേശമുണ്ടാകും. പിന്നീടതാ അവർക്ക് അങ്ങോട്ട് ദുർബലത സംഭവിക്കുകയാണ്. അവരുടെ ആവേശം ചോർന്നു പോകുകയാണ്. ഇത് വലിയ അബദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കുക. പലരും ആദ്യമൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാണും, ആരംഭിച്ചിട്ടുണ്ടാകും. അതുപോലെ തറാവീഹിനെ വരെ കാണാൻ സാധിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ആളുകളെ അങ്ങാടികളിലാണ് നമ്മൾ കാണുന്നത്. ഖുർആൻ പാരായണം എത്രയാണെന്ന് നോക്കിയാൽ എവിടെയാണോ ഒന്ന് തുടങ്ങിയത് അവിടെ തന്നെ നിർത്തിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ റമദാനിലൊക്കെ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഒരിക്കലും നമുക്ക് ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് വേണം. അതാണ് അതിനുള്ള പരിഹാരം. ഓരോ ദിവസവും ഞാൻ ഇത്ര ഖുർആൻ പാരായണം ചെയ്യും, 1 ജുസ് എന്നോ 2 ജുസ് എന്നോ 3 ജുസ് എന്നോ ഒക്കെ സഹോദരങ്ങൾ ഓരോരുത്തരുടെയും സമയമനുസരിച്ച് അവർ തീരുമാനമെടുക്കുക. അതുപോലെ അത് കൃത്യമായി നടപ്പാക്കാൻ ശ്രമിക്കുക. ഞാൻ സമയം കിട്ടുമ്പോൾ കുറച്ചോതാം എന്നുള്ള നിലപാട് പലപ്പോഴും ആദ്യമൊക്കെ നമ്മൾ ഓതുകയും ആദ്യമൊക്കെ ഖുർആൻ പാരായണം ചെയ്യുകയും പിന്നീട് അത് പാഴാക്കുന്ന, അവസാനം ഒരു ഖത്മ പോലും പൂർത്തിയാകാതെ റമദാൻ കടന്നു പോകുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നോക്കിയാൽ റമദാനിൽ ഒരുപാട് ഖത്മുകൾ പൂർത്തിയാക്കുന്ന, ഒരുപാട് തവണ ഖുർആൻ പൂർണ്ണമായും പൂർത്തിയാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപാട് ഖിറാഅത്തുകൾ നടക്കേണ്ട, ധാരാളക്കണക്കിന് പാരായണം ചെയ്യേണ്ട മാസമാണിത്. നമ്മുടെ മറ്റ് കാര്യങ്ങളോ കച്ചവടങ്ങളോ അതുപോലെയുള്ള മറ്റു വ്യവഹാരങ്ങളോ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ഖുർആൻ പാരായണത്തിനൊരു തടസ്സമാകരുത്. മറിച്ച് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇത്ര ഓതി തീർക്കുമെന്നുള്ള ദൃഢനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായും ഇൻഷാ അള്ളാഹുവിന്റെ സഹായത്താൽ അവൻ നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അവൻ തറാവീഹിന്റെ കാര്യം ഒന്ന് ചിന്തിക്കുക. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെയുള്ള തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി ഇമാമിനോടൊപ്പം ആദ്യ അവസാനം അവൻ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എത്രയോ ആളുകൾ ആദ്യത്തെ ആഴ്ചയിലൊക്കെ അവരെ കാണാൻ സാധിക്കും. പിന്നീട് അവർ അങ്ങാടിയിലാണ്, ഭക്ഷണം വാങ്ങുന്ന തിരക്കുകളിലാണ്, സ്റ്റാളുകളിലാണ് അവരെയൊക്കെ കാണുന്നത്. സഹോദരങ്ങളെ, എത്ര വലിയ ഖേദകരമായ അവസ്ഥയാണ്. ഇത്രയും ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കേണ്ട ഈ ദിനങ്ങളിൽ നീ ഭക്ഷണം തേടി പോകുകയാണോ? ഭക്ഷണത്തിന് വേണ്ടി നിന്റെ സമയങ്ങളെ മാറ്റിവെക്കുകയാണോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് മറ്റു ദിവസങ്ങളിലും മറ്റു മാസങ്ങളിലും ഒക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ റമദാനിന്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും ഈ ദിനരാത്രങ്ങളിലല്ലാതെ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം പലപ്പോഴും അവർ ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ചിന്തിക്കുക, ഒരുവേള ഇത് അവസാനത്തെ റമദാനായേക്കാം. ഇനിയൊരു റമദാനിൽ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് ഒരിക്കലും സഹോദരങ്ങളെ ഇല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞുപോയ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആളുകളാണ് അവർ ഈ റമദാനിൽ ഇല്ല. ഇനിയും ആളുകൾ മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകൾ റമദാനിന് മുമ്പായിട്ട് മരിക്കുന്നത് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇനിയൊരു റമദാൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് കിട്ടിയ റമദാൻ അതിന്റെ രാത്രിയും പകലുമെല്ലാം കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വിശിഷ്യ നിർബന്ധമായ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. കാരണം ചിലർ നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ പാഴാക്കിയിട്ട് തറാവീഹിനൊക്കെ വളരെ കൃത്യമായി കാണും. അത് അവരുടെ വിവരക്കേടാണ്. ചിലർ ഇശാ നിസ്കാരത്തെ ഒക്കെ പാഴാക്കിയിട്ട് തറാവീഹിന് കൃത്യമായി എത്തുന്നത് കാണാൻ സാധിക്കും. കൂടുതൽ പ്രാധാന്യം തറാവീഹിനുള്ളതുപോലെയാണ്. അല്ല, കൂടുതൽ പ്രാധാന്യം ഇശാ ജമാഅത്തിനാണ്. അതിനുശേഷമേ ഉള്ളൂ ഏതൊരു സുന്നത്ത് നിസ്കാരത്തിനും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് റവാത്തിബ് സുന്നത്തുകളും ദുഹാ നിസ്കാരങ്ങളും അതുപോലെ തന്നെ രാത്രിയുള്ള തറാവീഹ് നിസ്കാരങ്ങളും മറ്റുമൊക്കെ സഹോദരങ്ങളെ പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് റമദാൻ മാസത്തിന്റെ അവസാനം വരേക്കും ആവേശം ചോരാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തിൽ തന്നെ തളർന്നു പോകുന്ന, വീണുപോകുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്.